പശ്ചിമേഷ്യയിൽ നടമാടുന്ന സംഘർഷങ്ങളിൽ തിരിച്ചടിക്കാനൊരുങ്ങി ഇറാൻ. രാജ്യത്തിനെതിരെ നടക്കുന്ന എല്ലാ ആരോപണങ്ങളും ശക്തമായി ഇറാൻ തള്ളി. ഇറാന്റെ അകത്തും പുറത്തുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇറാന്റെ പ്രോക്സികളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ലോകരാജ്യങ്ങൾ ആരോപിച്ചിരുന്നു. ഇത് നിഷേധിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിരിക്കുകയാണ്. അനീതിക്കെതിരെ തന്റെ രാജ്യം നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. കൂട്ടത്തിൽ അമേരിക്കയോടാണ് ഇറാന്റെ തുറന്ന പോര്. ഇസ്രായേലിനോടും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള എതിർപ്പിൽ ഒറ്റക്കെട്ടാണെന്നും ഇറാനിൽ അരാജകത്വം അശാന്തിയും സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്നും അലി ഖമേനി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കൂലിപ്പണിയെടുക്കുന്ന ആരെയും ഇറാൻ വെറുതെ വിടില്ല എന്നും അദ്ദേഹം ശക്തമായ താക്കീത് നൽകി. ഇറാൻ പിന്തുണയുള്ള ലബനനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണ പരമ്പരകളുടെ പശ്ചാത്തലത്തിലാണ് ഖമേനിയുടെ ഈ പ്രസ്താവന. ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാന് ഒരു പ്രോക്സി ഫോഴ്സ് ഇല്ല. യമൻ യുദ്ധം ചെയ്യുന്നത് അതിന് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഹിസ്ബുള്ളയും ഹമാസും യുദ്ധം ചെയ്യുന്നത് വിശ്വാസത്തിന്റെ ശക്തിയെ തുടർന്നാണ്, അല്ലാതെ തങ്ങളുടെ പ്രോക്സി ആയിട്ടല്ല അവർ പ്രവർത്തിക്കുന്നതെന്നും ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. തങ്ങൾ നടപടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങൾക്കൊരു പ്രോക്സി ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നും ഖമേനി ചൂണ്ടിക്കാട്ടി. സിറിയയിലെ ഭരണമാറ്റത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ആ രാജ്യത്ത് ശക്തമായ ഭരണകൂടം ആവിർഭവിക്കട്ടെ എന്നും ഖമേനി പറഞ്ഞു. രാജ്യത്തെ യുവാക്കൾക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ മാസം ആദ്യം സിറിയൻ വിമതരുടെ വടക്കു പടിഞ്ഞാറൻ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഡമാസ്കസിലേക്കുള്ള കടന്നുകയറ്റത്തോടെ അസദ് കുടുംബത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം അവസാനിച്ചിരുന്നു. വിമതരുടെ വരവോടെ സിറിയയിലെ സർവകലാശാലകളും സ്കൂളുകളും വീടുകളും ജനജീവിതവും അരക്ഷിതാവസ്ഥയിലായി. ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചവർക്കും അത് നടപ്പിലാക്കിയവർക്കുമെതിരെ സിറിയയിലെ ജനങ്ങൾ ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ നിൽക്കണം. ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ സിറിയയിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയെ മറികടക്കുമെന്നും സിറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഖമേനി പറഞ്ഞു. ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിന് പ്രത്യേകിച്ച് അയൽ രാജ്യമായ ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് അസദ് ഭരണകൂടമായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിൽ ഹമാസ്, ഹൂതികൾ, ഇറാഖിലെ ചെറിയ ഷിയ മിലിഷ്യ ഗ്രൂപ്പുകൾ എന്നിവയാണ് പ്രധാനമായും ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെമ്പാടും തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കി സൈന്യത്തിൽ വൻ കൊഴിഞ്ഞുപോക്ക്. അധിക ജോലി സമ്മർദ്ദവും നെതന്യാഹു സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പുമാണ് ഉന്നത തസ്തികകളിൽ നിന്ന് അടക്കമുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2024 ഇതുവരെ സൈന്യത്തിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വൻതോതിൽ സ്വയം പിരിഞ്ഞുപോയതായി റിപ്പോർട്ടുണ്ട്. മേജർ റാങ്കിലുള്ള 500 പേരാണ് 6 മാസത്തിനിടെ സേവനം അവസാനിപ്പിച്ചത്. 5 ലഫ്റ്റനന്റ് കേണർമാരും രാജിവെച്ചു. യുദ്ധാരംഭത്തിൽ തന്നെ ഇസ്രായേൽ സൈന്യം വേണ്ടത്ര മാനവശേഷിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. 2022 613 മേജർമാരാണ് രാജിവെച്ചത്. സൈന്യവുമായി കൂടിയാലോചനയില്ലാതെ പുതിയ മേഖലകളിൽ കടന്നാക്രമണം നടത്താനുള്ള സർക്കാർ തീരുമാനം സൈനികരെ വൻ സമ്മർദ്ദത്തിലാക്കുന്നു. പലരും 1 വർഷത്തിലേറെയായി കുടുംബത്തെ കണ്ടിട്ടില്ല. രാജ്യത്തെമ്പാടും സർക്കാർ സംവിധാനങ്ങളിൽ ജീവനക്കാരുടെ കുറവ് പ്രത്യക്ഷമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.